ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയായ കുഞ്ഞിന്റെ ജഡം കിണറ്റിൽ കണ്ട സംഭവത്തിൽ ദുരൂഹതകൾ അവശേഷിക്കുകയാണ്. 4 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും അമ്മാവനും അമ്മൂമ്മയുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവർ 4 പേരും പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുന്നു. കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ആരും വ്യക്തതയോടുകൂടി ഒരു മറുപടി ചോദ്യം ചെയ്യൽ നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് കിട്ടുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ പറയുന്നത് അമ്മാവിന്റെ അടുത്ത് കുഞ്ഞിനെ കിടത്തിയെന്നതാണ്. അമ്മ പറയുന്നത് അച്ഛൻ്റെ അടുത്ത് കിടത്തിയിട്ടാണ് പോയതെന്നാണ്. അമ്മാവൻ പറയുന്നത് അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു കുഞ്ഞ് കിടന്നത് എന്നതാണ്. ഏതായാലും ഇതൊരു കൊലപാതക സാധ്യത തള്ളാതെ നിൽക്കുകയാണ് പോലീസ്. അതുകൊണ്ട് ഇതിൽ അന്വേഷണം വളരെ ഊർജിതമായി നടക്കുന്നു. നാട്ടുകാർക്ക് പല വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സലീം മാലിക് ഉണ്ട് നമ്മളോടൊപ്പം, വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു. സലീം പറയൂ, നേരത്തെ സലീം പറഞ്ഞുകൊണ്ടിരുന്നത് പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുന്ന 4 പേരെ കുറിച്ചാണ്. ഈ കുടുംബത്തിന്റെ ഈ മരണം സംബന്ധിച്ച കാര്യങ്ങൾ, ഇതിൽ കൊലപാതകത്തിന്റെ സാധ്യതകൾ പോലീസ് സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഇവർ നൽകിയിരിക്കുന്ന മൊഴികളിലെ വൈരുദ്ധ്യം എന്തൊക്കെയാണ്? ഗോപിയ, ഇന്ന് ദുരൂഹപ്പകലിൽ സംഭവിച്ചത് എന്ത് എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് കൊലപാതകം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ അന്വേഷണത്തെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിന്റെ പലവിധ കാരണങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് മുൻപിലുള്ളത്. അത് മുൻപ് കൊടുത്തൊരു പരാതി, അതിന് പിന്നാലെ ഈ മൊഴികൾ, ഈ സംഭവം നടന്ന ഉടൻ പോലീസിനോട് പറഞ്ഞ മൊഴികൾ, അതിന് പിന്നാലെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ പരസ്പര വിരുദ്ധമായ മൊഴികൾ, അതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് പോലീസ് അതൊരു കൊലപാതകത്തിന്റെ സാധ്യതയിലേക്ക് എത്തുന്നത്. മാത്രമല്ല, നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള 4 പേർ, ഈ 4 പേരും പറയുന്നത് 4 തരത്തിലുള്ള മൊഴികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കൊലപാതകം തന്നെ എന്നുള്ള ഉറപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ കൂടി സഹായിച്ചുകൊണ്ട് ഇതിലെ ആ കുടുംബത്തിലെ തന്നെ ഈ 4-ൽ ഏതോ 2 പേർ അറിഞ്ഞുകൊണ്ടാവാം കൊലപാതകം നടന്നത് എന്നുള്ളൊരു നിഗമനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള വ്യക്തത വരണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചേർത്ത് വെക്കേണ്ടതുണ്ട്. നിലവിലെ ഈ മൊഴികൾ സംബന്ധിച്ച വൈരുദ്ധ്യം അത് വലിയ പ്രധാനമാണ്. ഈ കുഞ്ഞ് ആരോടൊപ്പമാണ് ഉറങ്ങിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. അത് അച്ഛൻ പറയുന്നത് അമ്മയോടൊപ്പമാണ് ഉറങ്ങിയത് എന്നുള്ളതാണ്. അമ്മ പറയുന്നത് തന്നോടൊപ്പം കിടന്ന് ഉറങ്ങിയ കുഞ്ഞിനെ താൻ എഴുന്നേറ്റതിന് ശേഷം അച്ഛനോടൊപ്പം കൊണ്ട് കിടത്തി, അതിന് പിന്നാലെയാണ് കുഞ്ഞിന് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം അമ്മ പിന്നീട് പറഞ്ഞത് ഈ തൻ്റെ സഹോദരനൊപ്പമാണ് കിടന്നത് എന്ന് ഈ മൊഴി തിരുത്തുകയും ചെയ്തിരുന്നു. ആ മൊഴിയിലും പോലീസിന് സംശയമുണ്ട്. കാരണം സഹോദരൻ നൽകുന്ന മൊഴി അതേയല്ല. ശരി സലീം, ഏതായാലും നമുക്ക് സലീം ഇനി ഈ ദിവസങ്ങളിൽ മുഴുവൻ തന്നെ ഇതിന്റെ ദുരൂഹത അഴിക്കാൻ വേണ്ടി പോലീസ് നടത്തുന്ന നീക്കങ്ങൾ, അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ആവശ്യമാണ്.